നമ്മളെ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കളരി കുടുംബത്തെ കുറിച്ചാണ്. കളരി കുടുംബം എന്ന് പറഞ്ഞാൽ അത് കിടങ്ങാമ്പറമ്പ് സ്വദേശി സുചിത്രയും 2 മക്കളുമാണ്. ആദ്യം ഈ മക്കളുടെ കളരി അഭ്യാസത്തിന് കൂടെ കൂടിയതാണ് അമ്മ. ഇപ്പോ ആ അമ്മ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയാണ്. നമ്മൾ ആ കളരി കുടുംബത്തെ കണ്ട ശേഷം മടങ്ങിയെത്താം. നമ്മോടൊപ്പം പുഷ്പവതി പോയി പഠനം തുടരുകയും ചെയ്യും. രാവിലെ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ നിന്ന് പരിചയപ്പെടുന്നത് കളരിപ്പയറ്റ് രംഗത്ത് സ്വന്തമായി ചുവടുറപ്പിച്ച ഒരമ്മയെയും 2 മക്കളെയുമാണ്. സുചിത്രയുടെയും മക്കളായ വൈഷ്ണവിയുടെയും നീലകണ്ഠന്റെയും തീ പാർന്ന വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സാധാരണ നമ്മൾ കാണുന്നത് ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ മക്കള് അല്ലെ. ഇവിടെ നിങ്ങൾ കൂട്ടത്തോടെയാണ് കളരി. ഞങ്ങളുടെ ഫാമിലി മൊത്തം കളരിയില്ല. വീട്ടില് കളരിത്തറയുണ്ട്. 1 വർഷമായിട്ട് ഇപ്പൊ വീട്ടില് കളരിയുണ്ട്. അപ്പൊ 1 വർഷമായിട്ട് ഞാനും പഠിക്കുന്നുണ്ട് കളരിയില്. എങ്ങനെ ഈ കളരിയിലേക്ക് എത്തിയത്? നീലകണ്ഠനാണോ അതോ? നീലകണ്ഠൻ 6ാമത്തെ വയസ്സോട്ട് കളരി പഠിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മോളെ ഇതുപോലെ 6ാമത്തെ വയസ്സായപ്പോഴത്തേക്കും കളരി ചേർത്തു. അന്ന് തൊട്ട് ഹസ്ബൻഡ് പറയും നിനക്കും കൂടെ പോകാൻ വയ്യേ, പിള്ളേരെ കൊണ്ട് ആക്കുമ്പോഴത്തേക്കും പോകാൻ വയ്യെന്ന്. പക്ഷെ ഇപ്പം എനിക്കൊരു മടിയായിരുന്നു. കാരണം ഡാൻസ് നമ്മുടെ എൻ്റെ പ്രായമുള്ളവരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കളരി എങ്ങനെയായിരിക്കും, 40 വയസ്സായി, അപ്പം എങ്ങനെയായിരിക്കും പോയി ചെയ്യുന്നതെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഇവിടെ ഉദ്ഘാടനത്തിന് എൻ്റെ കൂടെ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ച 5 വർഷം ഒരു കോളേജിൽ പഠിച്ച ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഞാൻ വിളിച്ചിരുന്നു. അവരൊക്കെ വന്നപ്പോൾ അവർക്കും പഠിക്കണമെന്നൊരു താല്പര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇപ്പം കളരി ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നീലകണ്ഠൻ കുറേ കാലമായി പഠിക്കുന്നുണ്ടല്ലേ? പിന്നെ 6 വർഷമായിട്ട് നീലകണ്ഠൻ പഠിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഒരു കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞു സംസ്ഥാന ചാമ്പ്യൻഷിപ്പില് 1ാം സ്ഥാനം കരസ്ഥമാക്കിയതല്ലേ? ആശംസ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയാണല്ലോ. എന്തായാലും അത് അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു ആ പെർഫോമൻസ്? അത് അവിടെയുള്ള സ്ത്രീകളുടെ പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണണം. എല്ലാവരും സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ പെയറായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ആയിരുന്നു. കൈപ്പോര് അടിതട്ടല്ലേ, കൈപ്പോരിനാണ് ഞങ്ങൾക്ക് ഗോൾഡ് കിട്ടിയത്. സ്ട്രോങ് ആണോ കൈ? കുറച്ചുകൂടെ സ്ട്രോങ് ആവാനുണ്ട്. ഉണ്ടല്ലേ? ഇപ്പോ അങ്ങനെ പെട്ടെന്ന് ഒരു പെർഫോമൻസ്, അതായത് 1 വർഷം കൊണ്ടുള്ള പരിശീലനത്തിൽ തന്നെ അല്ലെ? അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എന്നിട്ട് ഇത്രയും നാളായിട്ട് നീലകണ്ഠന്റെ കൂടെ പോയിട്ട് എന്തുകൊണ്ടാണ് അതിലേക്ക് പോവാൻ? അതെ, ഇത് ഒരു ചമ്മല്. ഈ പ്രായത്തിൽ പോയി കളരി ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും പിന്നെ കുഞ്ഞുങ്ങളായിട്ട് പിന്നെ ചെന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാ. പിന്നെ ഇപ്പൊ വീട്ടിൽ തുടങ്ങിയപ്പോ ആ ഒരു മൊമെന്റ് എങ്ങനെ തോന്നി? അതായത് അമ്മയും മകനും ഒരേ സ്ഥലത്ത് സമ്മാനമാകുക. ഭയങ്കര സന്തോഷമായിരുന്നു. ഹസ്ബൻഡിന് ഭയങ്കര താല്പര്യമായിരുന്നു നമ്മളെ ഇങ്ങനെ ഇറക്കണം എന്നൊക്കെ ഉള്ളൊരു. മത്സരത്തിന് പോകുമ്പോൾ ഞാൻ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചല്ല ഇതിന് ചേർന്നത്, കളരിക്ക് ചേർന്നത്. കാരണം മത്സരത്തിന് ഇറങ്ങുമെന്നുള്ള ഇതൊന്നുമില്ല. പിന്നെ മത്സരമായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മത്സരത്തിന് ഇറങ്ങാനൊന്നും ആയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഹസ്ബൻഡാ നിർബന്ധിച്ചത്. ഇല്ലില്ല, ഇറങ്ങണം, നീ ചെയ്യും. അങ്ങനെ കോൺഫിഡൻസ് തന്ന് ഇറക്കിയതാ. എന്തായാലും ഇത് നിങ്ങളുടെ ഒരു വീട്ടിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 3 പേരും ഇപ്പൊ കളരി ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെയൊക്കെ എങ്ങനെ പോകും? വീടിന്റെ ഒരു ദിവസം മൊത്തം കളരിമയമാണ്. നമുക്ക് ഇപ്പൊ നടക്കുന്നത് വൈകുന്നേരമാണ് കളരി പ്രാക്ടീസ്. അപ്പത്തേക്കും വീട്ടിലെ പണികളും ഒക്കെ ഒതുങ്ങും. എന്തായാലും ചെയ്യാൻ പറ്റുന്നുണ്ട്, സമയം കണ്ടെത്തി നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹെൽത്ത് വൈസ് എങ്ങനെയാ ഈ ഒരുപാട് സ്ത്രീകള് പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് പരിശീലനങ്ങൾ പോലെ ഹെൽത്തിന് എത്രമാത്രം ഗുണകരമാവുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ കളരിയിൽ തന്നെ 54 വയസ്സുള്ള സ്ത്രീകൾ വരെ ഉണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ശരീരം വേദനയും. എൻ്റെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞതാണ്, എന്നും എന്തെങ്കിലും വേദന സംഹാരികൾ, അതായത് പാരസെറ്റമോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയാണ്. പക്ഷേ ഇപ്പം മുടങ്ങാതെ ഇതിന് ചേർന്ന ശേഷം അത് മുടങ്ങാതെ കളരിക്ക് വരും. കാരണം അത് കഴിഞ്ഞപ്പോൾ അതിന് മരുന്ന് കഴിക്കേണ്ടേ വന്നിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ നല്ല ആരോഗ്യമാണെന്ന് പറയുന്നു. പൊതുവെ കഠിനമല്ലേ കളരി? അതനുസരിച്ച് നമ്മൾ ആദ്യം ഒന്നും അങ്ങനെ ചെയ്യണ്ട, കഠിനമായിട്ട് ചെയ്യണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇപ്പം കുഞ്ഞുങ്ങള് ചെയ്യുന്ന പോലെ അത്ര ഇതായിട്ട് നമ്മൾ ചെയ്യണ്ട. കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷമൊക്കെ ഹസ്ബൻഡുമായിട്ട് പരിശീലനമൊക്കെ ഉണ്ടോ? ഇല്ല, ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടോ. ഹസ്ബൻഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതെ 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 അതെ, NCC-ലാണ് വർക്ക് ചെയ്യുന്നത്, മിലിറ്ററി. സുചിത്രയില് പ്രചോദനം ഉൾക്കൊണ്ട് വേറെ കുറെ സ്ത്രീകളൊക്കെ വന്നോ നിങ്ങളുടെ ഗ്രൂപ്പില്? ഒത്തിരി പേരുണ്ട്. ഇപ്പൊ 16 പേര് ഞങ്ങളുടെ ഇവിടുത്തെ കളരിയിൽ തന്നെ ഉണ്ട്. പിന്നെ കലവൂരുണ്ട്, മെയിൻ ബ്രാഞ്ച് കലവൂരാ.
അവിടെയുണ്ട് ഇതുപോലെ തന്നെ സ്ത്രീകള്, പ്രായമുള്ളവർ ഒത്തിരി പേരുണ്ട് അവിടെ. അടുത്ത മത്സരങ്ങളിലേക്കൊക്കെ തയ്യാറെടുക്കും. തീർച്ചയായിട്ടും. ഇതിപ്പോ ആദ്യം നീലകണ്ഠനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ രണ്ടുപേരും അമ്മയും മകനും ബാഗ് എടുത്ത് പോവാണ്. എന്തായാലും പണ്ട് നീലകണ്ഠൻ കൂടെ പോകുന്നുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ ഹസ്ബൻഡ് കൂടെ വരണമെന്ന് തോന്നുന്നു ലീവ് എടുത്തല്ലേ? അതെ അതെ അതെ, ഇപ്പൊ ഹസ്ബൻഡാ കൊണ്ടുപോകുന്നത്. കാരണം രണ്ടുപേരും രണ്ട് തട്ടുകളിലേക്ക് അംഗത്തട്ടുകളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്. ആരോഗ്യപരമായും വലിയ ഗുണം ഉണ്ട് എന്നുള്ളതാണ് സുചിത്ര നമ്മളോട് പറയുന്നത്. അമ്മയും മക്കളും പരിശീലനത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇവരുടെ പരിശീലന മുറകളൊക്കെ ഒന്ന് കണ്ടുവരാം. കണ്ടിരിക്കും നമ്മള്. പിന്നെ ഇവനെ ഒന്ന് പിടിച്ച് നമ്മൾ വെക്കേണ്ട കാര്യമുണ്ട്. എന്താന്നറിയോ, ഇവൻ റെക്കോർഡിട്ട ആളാണ്. ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്ത് റെക്കോർഡാന്ന്? എനിക്ക് 422 തവണ ഇപ്പം ചെയ്ത ബാക്ക്വേർഡ് അക്കോർഡ് ചെയ്ത് എനിക്ക് അരമണിക്കൂറിൽ അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. 422 തവണ അല്ലേ? അരമണിക്കൂറിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ബാക്കിലേക്ക് അങ്ങ് ചാടി പോകുന്നത്. എന്താ പോനെ പറയുന്നതിന്? ബാക്ക്വേർഡ് അക്കോർഡ്. അതിന് 422 തവണ അരമണിക്കൂർ ചെയ്ത് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലേ ഇട്ട ആളാണ് ഇരിക്കുന്നത്. എത്ര വയസ്സോട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ കളരി 6ാമത്തെ വയസ്സോട്ട് പഠിക്കുന്നുണ്ട്. ഇത് എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു കൊച്ചിലത്. ഈ ഭയങ്കര കുസൃതിയായിരുന്നു അമ്മ പറഞ്ഞല്ലോ. ആ പിന്നെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടി കളരി പഠിപ്പിച്ചു കാണുന്നു. ഇല്ല, അത് പഠിച്ചപ്പോ എനിക്ക് ഇത്തിരി കൂടെ ചെയ്യാൻ തോന്നി. ഇപ്പൊ അമ്മ ആയിട്ട് നിന്ന് ചെയ്യാറുണ്ടല്ലോ, കളരി പരിശീലിക്കാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അമ്മയെ നീ സോഫ്റ്റ് ആയിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? നീ ഭയങ്കര ഷാർപ്പായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയോട് ആവുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് അമ്മയാവുമ്പോ സോഫ്റ്റ് ആവാറുണ്ടോ? ഇല്ല, കളരിയില് ആശാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. കളരി എപ്പോ ചെയ്താലും എവിടെ ചെയ്താലും കളരി പ്രാക്ടീസ് ആണെങ്കിലും നല്ല പവർ ചെയ്യണം. പവർ ചെയ്യണമെന്ന് അമ്മ അടിച്ച് താഴെയിടാറുണ്ടോ? ഇല്ല. അമ്മയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇല്ല, അമ്മ ഇത് പണ്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അമ്മക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ 1 വർഷം കഴിഞ്ഞപ്പം അമ്മ നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അമ്മ ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. രസമാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ നേരത്ത് ഇപ്പൊ മത്സരത്തിലൊക്കെ പോയി ഒരുങ്ങി നിൽക്കത്തില്ലേ അമ്മയും മോനും കൂടെ? മോൻ എന്ത് ചെയ്യും? അപ്പൊ എന്താ തോന്നുന്ന മോനെ? അപ്പൊ അമ്മയും കൂടെ ആ ഒരു ഡ്രസ്സിലൊക്കെ വന്ന് അങ്ങനെ നിൽക്കുമ്പോ? അമ്മ ആദ്യം കളരി ചേർന്നപ്പം ഞാൻ മത്സരത്തിനൊന്നും ഇറങ്ങാനല്ല, ബോഡി ഒന്ന് റെഡിയാക്കാനാ കയറുന്നെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ മത്സരിച്ച് അമ്മയും മോനും ഒരേ സ്ഥലത്ത് ഒന്നാമതെത്തി. അത് കഴിഞ്ഞ് ഞാൻ മത്സരിച്ച് കഴിഞ്ഞപ്പോ അമ്മയ്ക്കൊരു താല്പര്യം, അമ്മയ്ക്കും മത്സരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി മത്സരിച്ചതാ. രണ്ടുപേരും മെഡലും കൊണ്ടുവന്നല്ലേ? ആ ഉണ്ട്. ഫസ്റ്റ് ഈ നീലകണ്ഠൻ ചിലപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം നീലകണ്ഠ ഈ റെക്കോർഡ്സ് വന്നപ്പോ നമ്മൾ ആ പെർഫോമൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ നിറയെ മുടി ഉണ്ടായിരുന്നു, ഇങ്ങനെ കെട്ടി വെച്ചിട്ട്. ഇപ്പൊ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ആ മുടി അങ്ങ് മുറിച്ചല്ലോ മോനെ. എന്തായാലും നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു. അമ്മ പറഞ്ഞിട്ടാ അമ്മയ്ക്ക് മുടി കെട്ടാനൊക്കെ പാടാണ്. ശരിക്കും ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും മുടി ഉണ്ടായിരുന്നു അല്ലേ? നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അതാ ഭയങ്കര മുടിയായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മയെ കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തായാലും ഇവിടെ തകൃതിയായ പരിശീലനം നടക്കുകയാണ്. കോമളൻ ഗുരുക്കളും ഒപ്പം ഉണ്ട്. നമുക്ക് ശിഷ്യന്മാരെങ്ങനെയുണ്ടെന്നൊന്ന് ചോദിച്ചിട്ട് തരാം. ഇത് എങ്ങനെയുണ്ട് അമ്മയും മക്കളും? അമ്മമക്കള് സൂപ്പറാണ്. അതിൽ നീലകണ്ഠൻ പിന്നെയും സൂപ്പറാണ്. ഞാൻ നീലകണ്ഠൻ ആദ്യമേ ഫേവറേറ്റ് ആയ ആളാണല്ലേ? ആയിരുന്നു. ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ 35 വർഷമായി കളരിപ്പയറ്റുമായിട്ട് നടക്കുന്നു. ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ വന്നു. എന്നാലും അതിൽ വ്യത്യസ്തമായ ഒരു കഴിവ് നീലകണ്ഠനുണ്ട്. എന്ത് കാണിച്ചു കൊടുത്താലും പെട്ടെന്ന് ക്യാച്ചിങ് പവറുണ്ട്. അത് എല്ലാവർക്കും കിട്ടത്തില്ല. ഞാനിപ്പോൾ ഒരുപാട് പേരുള്ള കുറേ പിള്ളേരായിട്ട് അതും പലതും വെക്കാൻ അറിഞ്ഞൂടാത്ത പിള്ളേരുണ്ട്. അമ്മ എങ്ങനെയുണ്ട് പെർഫോമൻസ്? സൂപ്പറാണ്. അമ്മ എൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് നാളെ ആയാലും എന്നാലും സൂപ്പറായിട്ടുണ്ട്. അത് സൂപ്പർ സീനിയറിൽ ഇവർ അതാണ് വന്നിട്ട് കുറച്ചാളായുള്ളൂ, പക്ഷെ ലേറ്റ് ആയിട്ട് വന്നാലും സമ്മാനം അടിച്ചു. അതെന്താ കഴിവ്. പിന്നെ നമ്മൾ ഈ മത്സരിക്കാൻ നേരത്തെ ഒരു പ്രത്യേക കഴിവാണ്. ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താവ് അവർ ആശാന്മാരൊക്കെ നോക്കി നിൽക്കാതെ അവിടെ ഇവർ തെറ്റാതെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കഴിവാണ്. നമ്മളല്ലാതെ കളരി ചെയ്യും, കളരി എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യും. അതല്ല, നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ നേരത്ത് അത് നല്ലപോലെ പഠിച്ചാൽ മാത്രമേ അവിടെ ഒരു 60% കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. പേടിയെ ഭയം ഉണ്ടാവും, എല്ലാവർക്കും ഭയം ഉണ്ടാവും. എന്നാൽ ആ ഭയം ഇങ്ങനെ കളിച്ച് മാറി ഇനി ഇവരൊക്കെ ഒരു 2 വർഷം കഴിയുമ്പോൾ സൂപ്പർ സീനിയർ സൂപ്പറായിരിക്കും. അമ്മ സൂപ്പർ ആണെന്നാണ് ഗുരുക്കൾ എന്തായാലും പറഞ്ഞിരിക്കുന്നത്. പരിശീലനം നടക്കട്ടെ. ഈ അമ്മയും 2 മക്കളെയും കാണുമ്പോഴുണ്ടല്ലോ, കളരിയില്ലെങ്കിലും രാവിലെ നിന്നിട്ട് നടക്കാനെങ്കിലും എല്ലാവർക്കും തോന്നുന്നില്ലേ? അപ്പോ ഊർജ്ജസ്വലമായ ഈ കാഴ്ചകളുമായി തൽക്കാലം ഇന്ന് വിടവാങ്ങുകയാണ്.
ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.